തത്സമയ ദൃശ്യങ്ങൾ മുഖ്യമന്ത്രി വാഹനത്തിൽ വന്നിറങ്ങുന്ന ദൃശ്യങ്ങളാണ്. ഇന്നലെ തന്നെ രാജി ഗവർണർക്ക് അയച്ചിരുന്നു. ഇന്നത്തെ മന്ത്രിസഭാ യോഗം ഉപേക്ഷിച്ചതായിട്ടും വിവരങ്ങളുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. ഇനി ഇതിൻ്റെ ഔദ്യോഗികമായ അല്ലെങ്കിൽ നിയമപരമായ നടപടികളാണ്. ഇനി പുതിയ സർക്കാർ വരുന്നതിലേക്കുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. നിലവിലെ സർക്കാർ അധികാരം ഒഴിയുന്നു. കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയ ദൃശ്യങ്ങളാണ്. ക്ഷമിക്കണം, തിരുവനന്തപുരത്തേക്കുള്ള കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയ ദൃശ്യങ്ങളാണ്. അപ്പോൾ ഇനി രാജ്യമടക്കമുള്ള മറ്റ് കാര്യങ്ങൾ അതിൻ്റെ ഔദ്യോഗികമായ നിലയിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. ഇന്നലെ തന്നെ അദ്ദേഹം രാജി നൽകിയിരുന്നു. തിരുവനന്തപുരത്ത് എത്തിയ ശേഷം അദ്ദേഹം എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തുമോ എന്ന് നമുക്കറിയില്ല. ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ജയം തന്നെ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരു ജയമാണ് മുഖ്യമന്ത്രിക്ക് കിട്ടിയത്. എത്രയോ റൗണ്ടുകളിൽ വലിയ പരാജയം ആയിരുന്നു. അബ്ദുൾ റഷീദ് എന്ന ചെറുപ്പക്കാരനോട്, കോൺഗ്രസിന്റെ ശക്തനായ യുവ പോരാളിയോട് 6 റൗണ്ടിൽ പിന്നിൽ നിന്ന ശേഷമാണ് പിന്നീട് 19,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശക്തനായ യുവ പോരാളിയോട് മത്സരിച്ചത് കൊണ്ടാണോ അതോ ഭരണവിരുദ്ധ വികാരമാണോ, ഇത് ഏതാണ് എന്ന് പാർട്ടിയുടെ വിലയിരുത്തട്ടെ. അതെ, ശ്രീധരനുണ്ട് അവിടെ നിന്ന്. ശ്രീധരൻ, മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് തിരിച്ചിരിക്കുന്നത് ഇത് ഇനി സ്വാഭാവിക നടപടിക്രമങ്ങളാണ്, അധികാരം ഒഴിയുന്ന കാര്യങ്ങൾ. പക്ഷെ എങ്ങനെയാണ്, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ പ്രതികരണങ്ങളൊന്നും പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമല്ല. ദിവേഷ് മോത്തി, ഒരു പ്രതികരണവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. മുഖ്യമന്ത്രി ഇതാ തൊട്ട് മുൻപാണ് ഈ പട്ടന്നൂർ വിമാനത്താവളത്തിലേക്ക് വന്നത്. ഉടൻ തന്നെ മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം സംസാരിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. അദ്ദേഹത്തോടൊപ്പം കുടുംബവുമുണ്ട്, ഭാര്യയും മകളുമുണ്ട്. അവരെല്ലാം തന്നെ ഇപ്പോൾ 8:40 വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം കേരളം ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് അത്രയും വലിയ വീഴ്ചയിലേക്കാണ് CPM-ഉം LDF-ഉം ഇക്കുറി പോയത്. പ്രത്യേകിച്ച് പാർട്ടി കോട്ടകളിൽ വരെ വലിയ ഇളക്കമാണ് ഇക്കുറി ഉണ്ടായത്. പയ്യന്നൂരും തളിപ്പറമ്പ് പോലുള്ള മണ്ഡലങ്ങൾ വലിയ മാർജിനിൽ തോറ്റു. അതുപോലെ മുഖ്യമന്ത്രി തന്നെ ആദ്യഘട്ടത്തിൽ പിന്നിലായി. ഇതുവരെ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ 6 റൗണ്ടോളം മുഖ്യമന്ത്രി പിന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. ഏതായാലും CPM-ന് എന്ത് സംഭവിച്ചു, മുന്നണിക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ഒരു മറുപടി സ്വാഭാവികമായിട്ടും എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയ ശേഷം ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും 8:40 വിമാനത്തിൽ മുഖ്യമന്ത്രി ഇവിടെ നിന്ന് പോകും. 10:00 കൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.